കഴിഞ്ഞ ദിവസം ഇസ്രയേലിനെ ഞെട്ടിച്ച യമനിലെ ഹൂത്തികളുടെ ആക്രമണം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിന്റെ എല്ലാ പ്രതിരോധ സിസ്റ്റങ്ങളെയും മറികടന്നാണ് ഹൂത്തികളുടെ ഈ മിസൈൽ ഇസ്രയേലിന്റെ തലസ്ഥാനമായ തെൽ അവീവിലേക്ക് എത്തിയത് എന്നതിലപ്പുറം ഈ മിസൈലിന്റെ പ്രത്യേകതകളാണ് യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെ നേതൃത്വത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നത്. ഈ മിസൈലിനെ കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രയേലിന്റെ പത്രമായ വൈനെറ്റ് ഇന്ന് എഴുതിയത് നമുക്ക് കാണാൻ സാധിക്കും. ഡിഡ് യമൻസ് ഹൂത്തീസ് യൂസ് ഇറാനിയൻ ക്ലസ്റ്റർ മ്യൂണിഷൻ? ഇറാന്റെ ക്ലസ്റ്റർ ആയുധമാണോ ഹൂത്തികൾ ഉപയോഗിച്ചിട്ടുള്ളത്? IDF ലോഞ്ച് ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പോൾ IDF അതിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇസ്രയേലി എയർഫോഴ്സ് പ്രോബിംഗ് വൈ ഡിഫൻസസ് ഫൈൽഡ് ടു സ്റ്റോപ്പ് ഹൂത്തി മിസൈൽ ദാറ്റ് സ്ട്രക്ക് നിയർ തെല്ലബീബിൽ പതിച്ചിട്ടുള്ള മിസൈൽ, അതിനെ എന്തുകൊണ്ട് ഇസ്രയേലിന്റെ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക്, പ്രതിരോധ സിസ്റ്റങ്ങൾക്ക് തടയാൻ സാധിച്ചിട്ടില്ല? ആൻഡ് വെദർ ഇറ്റ് ക്യാരിയഡ് ക്ലസ്റ്റർ മ്യൂണിഷൻ ലൈക്ക് ദോസ് ഇറാൻ യൂസ്ഡ് ഇൻ ജൂൺ വാർ. ഇറാനും ഇസ്രയേലും ജൂണിലുണ്ടായ യുദ്ധത്തിൽ ഇറാൻ ഉപയോഗിച്ച ക്ലസ്റ്റർ മിസൈലുകൾക്ക് സമാനമായ ആയുധം തന്നെയാണ് ഇപ്പോൾ ഹൂത്തികൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് അന്വേഷിക്കുകയാണ്. ഇറാൻ നൽകിയതാണോ എന്ന പ്രധാനപ്പെട്ട കാര്യം ഇവിടെ അന്വേഷിക്കുകയാണ്. ഈ മിസൈലിന്റെ വീഡിയോ ഇപ്പോൾ ഈ രൂപത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ നമുക്ക് ഇങ്ങനെ കാണാം. മുകളിൽ വെച്ച്, സ്പേസിൽ വെച്ച് അത് ധാരാളം ഭാഗങ്ങളായി പിരിയുകയും ധാരാളം വാർഹെഡുകളായി മാറുകയും ഇതെല്ലാം വ്യത്യസ്തമായ തലങ്ങളിൽ പതിക്കുകയും ചെയ്ത വീഡിയോ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ മിസൈൽ അതിശക്തമായ, വളരെ ഒരു ഹൈപ്പർസോണിക് ആണെന്ന് തോന്നിക്കുന്ന രൂപത്തിലാണ് ഈ വീഡിയോയിൽ ഉള്ള ദൃശ്യങ്ങൾ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം 5 or 6 വാർഹെഡുകളായി ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ മിസൈലുകൾ താഴോട്ട് പതിക്കുന്നത്. കൂടുതൽ വാർഹെഡുകൾ ഉപയോഗിച്ച മിസൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേ മിസൈൽ ഇസ്രയേലിന് നേരെ ഇറാൻ ഉപയോഗിച്ചിരുന്നു. ആ ഇറാന്റെ മിസൈൽ തന്നെയാണോ, അല്ലെങ്കിൽ ആ ടെക്നോളജി ഇപ്പോൾ യമനിന് ഇറാൻ കൈമാറിയിട്ടുണ്ടോ എന്നൊക്കെയാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ സംശയം. ഈ കാര്യത്തിൽ ഇസ്രയേൽ ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ്. എന്തായാലും ഹൂത്തികൾ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന തലവേദന ചെറുതല്ല. ഇതിനെ മറികടക്കാൻ ഇത്രയും കാലമായി ഇസ്രയേലിനും അമേരിക്കയ്ക്കും സാധിച്ചിട്ടില്ല. പലതവണ അമേരിക്ക യമനിൽ മിസൈൽ ആക്രമണം നടത്തി, ഇസ്രയേൽ നടത്തി. പക്ഷെ അതൊന്നും വിജയം കണ്ടില്ല എന്നത് ഒരു വസ്തുതയാണ്.